തത്വജാതം തത്പുരുഷം വാമദേവം മഘോരം ഈശാനനം സദാശിവം പരമേശ്വരം പരിപാവനം ശിവം അഹം അഹം ശിവം ശിവോഹം. ഓരോ വാക്കിനും ഭക്തിയോടെ ഉച്ചരിക്കുമ്പോൾ ഓരോ അർത്ഥതലങ്ങൾ ഉണ്ടായി വരുന്നു. എന്നാൽ ഭക്തിക്കൊപ്പം ജ്ഞാനം ചേരുമ്പോൾ ആ അർത്ഥതലങ്ങളെ ആഴത്തിൽ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നു. ശിവോഹത്തിൻ്റെ ആത്മീയ അന്വേഷണം ഈ തലങ്ങളിലേക്ക് കൂടിയുള്ളതാണ്. മഹാദേവൻ്റെ നാമങ്ങളിലൂടെ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലൂടെ പുരാണങ്ങളെ അറിയുന്നതിനോടൊപ്പം തന്നെ ആധുനിക ജീവിതത്തിൽ ഈ നാമങ്ങൾ നമ്മളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുകൂടി തിരിച്ചറിയുക. അതിനായി തയ്യാറാകുമ്പോൾ ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നാമം ഭഗവാന്റെ കഠോര എന്ന നാമമാണ്. കഠോര എന്ന നാമത്തിൽ ഒരാളെ പ്രകീർത്തിക്കുവാൻ സാധിക്കുമോ? കഠോരം എന്ന് പറയുമ്പോൾ തന്നെ ഭയാനകമായ ഒരു ഭാവമല്ലേ ഉണ്ടാകുന്നത്? അപ്പോൾ കഠോരം എന്ന വാക്കിൽ നിന്ന് ഭഗവാനെ ഭയക്കുവാൻ, മഹാദേവനെ ഭയക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സങ്കല്പം വരും. ശരിക്കും മഹാദേവനെ വിശേഷിപ്പിക്കുമ്പോൾ ഭഗവാൻ എന്നുള്ള വാക്കിനേക്കാൾ പരബ്രഹ്മസ്വരൂപൻ, ഈശ്വരൻ എന്നിങ്ങനെയുള്ള ഉചിതമായ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. എന്തായാലും മഹാദേവൻ കഠോരനാകുന്നത് എപ്പോഴാണ്? വേദങ്ങളിൽ രുദ്രനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. രുദ്രൻ്റെ ആ സംഹാരഭാവവുമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ശാന്തമായ ഭാവവുമുണ്ട്. ഈ രണ്ട് ഭാവങ്ങളെക്കുറിച്ചും വേദങ്ങൾ പ്രതിപാദിക്കുന്നുമുണ്ട്. അതിൽ രുദ്രഭാവത്തിൽ ഉഗ്രഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് കഠോരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കഠോരം എന്നതിന് കട്ടിയുള്ളത്, കടുപ്പമേറിയത് എന്നർത്ഥമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരർത്ഥം കഠോരത്തിനുള്ളത് പരിപൂർണമായത് എന്നതാണ്. പരിപൂർണമായ ഭാവം, അതാണ് കഠോരം. അപ്പോൾ മഹാദേവൻ്റെ കഠോര എന്ന നാമത്തിൽ വിശേഷിപ്പിക്കുമ്പോൾ പരിപൂർണമായ ഭാവത്തെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നറിയാം. അതുപോലെ മറ്റൊരു തലത്തിൽ കൂടി നമുക്ക് കഠോരയെ വിശേഷിപ്പിക്കാം. അതായത് കഠോരം എന്നത് രണ്ട് തലങ്ങളിൽ, അതായത് ഒന്ന് കഠോരഭാവവും അതുപോലെ തന്നെ ശാന്തമായ ഭാവവും ഉണ്ട്. ഒരു ഉഗ്രഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ശാന്തഭാവത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നതുപോലെയാണ്. അതായത് അഗ്നിയുടെ തീജ്വാലകൾ, തീക്ഷ്ണഭാവങ്ങളെ നമ്മൾ അറിയുമ്പോഴാണ് ജലം എത്രത്തോളം നമ്മളെ തണുപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ജലത്തിൻ്റെ തണുത്ത ഭാവത്തെ കൂടുതലായി അറിയുമ്പോഴാണ് അഗ്നിയുടെ ആ ജ്വലനം നമ്മളെ എത്രമാത്രം ചൂടാക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ രുദ്രൻ്റെ ഉഗ്രതാപങ്ങളെ അറിഞ്ഞാൽ മാത്രമേ, ആ ഉഗ്രഭാവത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശിവൻ്റെ, മഹാദേവൻ്റെ സാന്ത്വനഭാവത്തെ, ആ ശാന്തഭാവത്തിൻ്റെ തണുപ്പിനെ അറിയാനാകുള്ളൂ. അതുപോലെ തന്നെ ഈ ശാന്തഭാവത്തിൻ്റെ തണുപ്പ് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളിലുണ്ടാകുന്ന ദുർഗുണങ്ങളെ അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന ദുഷ്ടപ്രവണതകളെ ഇല്ലാതെയാക്കുവാനുള്ള ഭഗവാന്റെ രുദ്രഭാവത്തെ നമുക്ക്, അല്ലെങ്കിൽ മഹാദേവൻ്റെ രുദ്രഭാവത്തെയും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കഠോര എന്ന നാമം ഉച്ചരിക്കുമ്പോൾ ഭയമല്ല തോന്നേണ്ടത്. എന്നിലെ തിന്മകളില്ലാതെയാക്കുന്ന മൂർത്തി കഠോരഭാവത്തിൽ തന്നെ നിന്നാൽ മാത്രമേ എന്നിൽ ശക്തമായി ആ നന്മകളെ ഊട്ടി ഉറപ്പിക്കുവാൻ എനിക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കഠോര എന്ന നാമം ഒരു ശക്തിമന്ത്രമായി ഉള്ളിൽ മുഴങ്ങട്ടെ. ഭാരതപ്പുഴയുടെ മുകളിൽ ഒരു പ്രഭാതം. സൂര്യതേജസ്സുകളെ അറിഞ്ഞുകൊണ്ട് പൂർവികർക്ക് ബലിതർപ്പണം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിരവധി പേരുടെ ആ ശബ്ദങ്ങൾക്കൊപ്പം ഭാരതപ്പുഴയെ അറിയുവാനുള്ള ഒരവസരവും ഒപ്പം ഒരു ക്ഷേത്രഭൂമിയിലേക്ക് എത്തുവാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിക്കുകയാണ്. 108 ശിവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ശിവോഹം എന്ന യാത്രയിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലാണ്. നവാമുകുന്ദ ക്ഷേത്രം യഥാർത്ഥത്തിൽ വിഷ്ണു ക്ഷേത്രമാണ്. എന്നാൽ കാശിക്കും ഗയയ്ക്കും തുല്യമായ ചില സങ്കല്പങ്ങളെ, ചില സത്യങ്ങളെ നമ്മുടെ ഈ കേരളം നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നറിയുവാൻ ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിലെത്തണം. ഈ കാണുന്ന അരയാലിന് മുന്നിലെത്തണം.
ഈ അരയാളിനെ കണ്ട് ഈ ക്ഷേത്രത്തെ അറിഞ്ഞ് നവാമുകുന്ദ ക്ഷേത്രത്തിൽ നവയോഗികളാൽ പ്രതിഷ്ഠിതമായ ആ സാളഗ്രാമങ്ങളുടെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രഭൂമിയുടെ വിശ്വാസങ്ങളെ, അതിൻ്റെ ധാരകളെ അടുത്ത് പറയുമ്പോൾ നമുക്ക് പറയുവാനാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ പരശുരാമൻ കേരള ഭൂമിയിലേക്ക് യാത്ര ചെയ്തെത്തി. അതിനു മുന്നേ തന്നെ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് 21 തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് കേരളക്കരയിലേക്ക് എത്തുന്നത്. കേരളക്കരയിലേക്ക് എത്തി ഈ ഭൂമിയിലെത്തിയാണ് ബലിതർപ്പണം നടത്തിയത് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുനാവായ ക്ഷേത്രഭൂമിയിലെത്തിയാൽ പ്രഭാതങ്ങളിൽ നമുക്ക് ബലിതർപ്പണം, നിരവധി പേർ ബലിതർപ്പണം നടത്തുന്നത് കാണാം. പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, നമുക്ക് വേണ്ടി ജീവിച്ചവർക്ക്, നമുക്ക് തണലേകിയവർക്ക്, നമുക്ക് ജന്മം നൽകിയവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ പ്രാർത്ഥന, അതാണ് ഓരോ ബലിതർപ്പണം. തെക്ക് തിരിയൂ. അക്കരെ വലതുഭാഗത്ത് ആ ദേവീയ മരത്തിന്റെ പുറകില് വലതുഭാഗം ശിവക്ഷേത്രം തൊഴു മഹാദേവനെ ഓം നമഃ ശിവായ ജപിക്കുക 3 പ്രാവശ്യത്തോ. ഈ ബലിതർപ്പണം നടക്കുമ്പോൾ ആ ആചാര്യൻ ഏറ്റവും ഒടുവിൽ പറയും, പുഴയ്ക്കക്കരെ അവിടെ ഒരു ബ്രഹ്മക്ഷേത്രമുണ്ട്, അവിടെ നോക്കി പ്രാർത്ഥിക്കുക. കുറച്ചുകൂടി അപ്പുറേ ഒരു ശിവക്ഷേത്രമുണ്ട്, അവിടെ നോക്കി പ്രാർത്ഥിക്കുക. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികൾ സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിൽ നവാമുകുന്ദൻ സാന്നിധ്യമാകുന്ന, അല്ലെങ്കിൽ നവയോഗികളാൽ പ്രതിഷ്ഠിതമായ മുകുന്ദൻ സാന്നിധ്യമാകുന്ന വിഷ്ണു ക്ഷേത്രത്തിന് തിരുമുന്നിൽ നിൽക്കുകയാണിപ്പോൾ. ഈ ക്ഷേത്രമാണ് ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായത്. ഈ ക്ഷേത്രത്തെ കണ്ടുകൊണ്ട് ഇനി പുഴയ്ക്ക് അക്കരയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അവിടെയാണ് 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെറുതിരുനാവായ ശിവക്ഷേത്രം ഉള്ളത്. നവാമുകുന്ദൻ്റെ, നവയോഗികളുടെ പ്രാർത്ഥനാഭൂമിയുടെ, പെരുന്തച്ഛൻ്റെ ശില്പനിർമ്മാണത്തിൻ്റെ, അതുപോലെ തന്നെ പെരുമാക്കന്മാരുടെ പെരുമയുടെ ഒക്കെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് നമുക്ക് അനുവാദം വാങ്ങിക്കൊണ്ട് പുഴയ്ക്കക്കരയ്ക്ക് പോകാം. തിരുനാവായയിലെ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തീരത്തെ ഭാരതപ്പുഴയിൽ നിന്ന് വള്ളത്തിലൂടെ ഒരു യാത്ര. അത് ചെറുതിരുനാവായ ലക്ഷ്യം വെച്ചുള്ളതാണ്. 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെറുതിരുനാവായയിലേക്കുള്ള നമ്മുടെ യാത്ര ഈ പുഴയിലൂടെ ആകുമ്പോൾ ശരിക്കും ഈ പുഴ കാശിയെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാശിക്ക് മുന്നിൽ, കാശിയിൽ വാരണാസിയിൽ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന ആ തീരത്തിന് തൊട്ടു മുന്നിലെ ഗംഗയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭൂതി. ഗംഗയിലൂടെയും അതുപോലെ തന്നെ പ്രയാഗ്രാജിലെത്തുമ്പോൾ ആ 3 ത്രിവേണി സംഗമത്തിലേക്കുള്ള നമ്മുടെ ഒരു യാത്രയുണ്ട്. ആ സമയത്ത് ധാരാളം മൊണാൽ പക്ഷികൾ ഇങ്ങനെ പറന്നു വരും നമുക്കരികിലേക്ക്. ഇവിടെ യാത്ര ചെയ്ത് ഏതാണ്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ധാരാളം പക്ഷികൾ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുന്നത് കാണാം. വാഹനം അടുത്തേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ തോണി അടുത്തേക്ക് എത്തുമ്പോൾ അവർ പറന്നു പോകുന്നതും കാണാം. ശരിക്കും ഇത് ആ കാശി, അല്ലെങ്കിൽ കാശിയിൽ നിന്ന് ഗംഗയിൽ നിന്നും ഫാൽഗുനി പുഴയുടെ തീരത്തേക്കുള്ള ഗയയിലേക്കുള്ള നമ്മുടെ സഞ്ചാരത്തെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ദക്ഷിണദേശത്തെ ഗയ എന്ന് തന്നെയാണ് തിരുനാവായയെ വിശേഷിപ്പിക്കുന്നത്. ബലികർമ്മങ്ങൾ ഇവിടെ ഇടുന്നത് ഗയയ്ക്ക് സമമാണ് എന്ന് ആചാര്യന്മാർ ബലിയിടുന്ന സമയത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. ഗയയ്ക്ക് തുല്യമായ, കാശിക്ക് സമമായ എന്ന് പറയുമ്പോൾ ഈ വശത്ത് നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഗയയിൽ നമുക്കറിയാമല്ലോ വിഷ്ണുപാദമാണ് ഉള്ളതെന്ന്, വിഷ്ണുപാദത്തിലാണ് എല്ലാം സമർപ്പിക്കുന്നത്. ഇവിടെ നവാമുകുന്ദ ക്ഷേത്രത്തിലും വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുന്നത് പോലെയാണ് ബലിയിടുന്നത്. എന്നാൽ ഈ പുഴയ്ക്ക് അക്കരെ കാശിക്ക് സമാനമാകുന്നു, വിശ്വനാഥൻ കുടികൊള്ളുന്ന ഭൂമിയാകുന്നു. അപ്പോൾ ഗയയിൽ നിന്ന് കാശിയിലേക്കുള്ള യാത്ര പോലെ, അല്ലെങ്കിൽ ത്രിസ്ഥല യാത്ര പോലെ പുണ്യം നിറഞ്ഞു നിൽക്കുന്നു ഈ ഭാരതപ്പുഴയിലൂടെയുള്ള യാത്ര എന്ന് മനസ്സിലാക്കാം. ശരിക്കും സമാനമായ ഒരുപാട് ഓർമ്മകൾ, അല്ലെങ്കിൽ ആ കാശിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അത് സമാനമായ രീതിയിൽ ഇവിടെയും ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കേരളീയ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുഴ, അതാണ് ഈ ഭാരതപ്പുഴ. പെരിയാർ എന്ന നാമമുള്ള, ഗായത്രിപ്പുഴ എന്ന നാമം, കുറ്റിപ്പുറത്തെ പുഴ എന്ന നാമമുള്ള പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ എത്രയെത്ര ക്ഷേത്രങ്ങളാണ്, എത്രയെത്ര മഹനീയമായ അനുഭൂതികളാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ ശിവോഹം എന്ന ഈ യാത്രാ പദ്ധതിയിൽ ഈ പുഴയെ ഒന്ന് സ്പർശിക്കുവാനായല്ലോ. ഈ പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയുടെ തീരത്തെ ഒരു മഹാക്ഷേത്രത്തെ അന്വേഷിക്കുവാനായല്ലോ.
പുഴ കടന്ന് നമ്മളെത്തുന്നത് ചെറുതിരുനാവായ ശിവക്ഷേത്രത്തിലേക്കാണ്. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുനാവായ ശിവക്ഷേത്രം യഥാർത്ഥത്തിൽ ചെറുതിരുനാവായ ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പുഴ കടന്നു വന്നാൽ ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്നത് കുറേ വൃക്ഷങ്ങൾ, ഏതാണ്ട് 7ഓളം വൃക്ഷങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു അരയാൽ തറയാണ്. അതിന് ചുറ്റിലുമായി പഴയ രീതിയിലുള്ള കെട്ടുമട്ട്, വരിവരിയായി കല്ലുകൾ അടുക്കിയിട്ടുള്ള പഴയ കെട്ടുമട്ടിലും ഒരു ക്ഷേത്രഭൂമിയുടെ ലക്ഷണം ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. അക്കരെ തിരുനാവായിൽ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ബലിയിടുന്നവർ ഇക്കരെ മഹാദേവനെ നോക്കുക, ബ്രഹ്മാവിനെ നോക്കുക എന്ന് പറയുമ്പോൾ ആ നോട്ടം എത്തുന്ന ചെറുതിരുനാവായിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെറുതിരുനാവായയുടെ കാഴ്ചകൾ കാണുവാൻ പുഴയ്ക്കിക്കരയ്ക്ക് എത്തിയിരിക്കുന്നു. ചെറുതിരുനാവായ ക്ഷേത്രം. ഈ ക്ഷേത്രഭൂമിയിൽ മഹാദേവന്റെ സാന്നിധ്യത്തിനെ കുറിച്ച് പലതരം സങ്കല്പങ്ങളാണ് ഉള്ളത്. എന്നാൽ ആദ്യത്തേത് ബ്രഹ്മാവ് നടത്തിയ യജ്ഞത്തിൽ പങ്കെടുക്കുവാനായി മഹാദേവൻ എത്തി എന്നുള്ളത് തന്നെയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തിൽ, അതായത് യുഗങ്ങളെല്ലാം ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബ്രഹ്മാവ് നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുവാനായി എത്തിയ മഹാദേവൻ വന്നു നിന്ന പ്രദേശമാണ് ചെറുതിരുനാവായിലെ ശിവക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഈ ക്ഷേത്രം 108-ൽ ഒന്നായി മാറുന്നത് എന്നതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പരശുരാമനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യം. ആ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് ചെറുതിരുനാവായയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആ മഹാദേവൻ തിരുമുന്നിൽ, ഈ ചെറുതിരുനാവായെ കാശിക്ക് സമമാക്കുന്ന ആ മഹാദേവൻ കാശി വിശ്വനാഥന് മുന്നിൽ നമുക്ക് വണങ്ങാം. നന്നേ ചെറിയൊരു ശിവലിംഗത്തിൽ നമുക്കിപ്പോൾ കാണാനാകുന്ന വെളുപ്പും അതുപോലെ തന്നെ കൂവളത്തിരകളും അതുപോലെ തെച്ചിപ്പൂ മാലകളും ഒക്കെയാണ്. അതുപോലെ ദീപവുമുണ്ട്, പ്രഭാവലയമുണ്ട്. എല്ലാ തരത്തിലുള്ള അലങ്കാരങ്ങളോടും കൂടി, അതായത് ശിവക്ഷേത്രത്തിൽ ശിവലിംഗത്തിന് വേണ്ടുന്ന അലങ്കാരങ്ങളോട് കൂടിയിരിക്കുന്ന ചെറുതിരുനാവായിലെ മഹാദേവനാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് കാലത്തിൻ്റെ പഴക്കം ഈ ഒരു ശ്രീകോവിലിൽ നിന്ന് ദർശനമാകുന്നുണ്ടെങ്കിലും ശ്രീകോവിലിൻ്റെ മേൽത്തട്ടിൽ നിന്ന് സൂര്യപ്രകാശം അകത്തേക്ക് വീഴുന്ന എന്തോ ഒരു വിടവ് അവിടെയുണ്ടെന്ന് കാണാം. അപ്പം ആ സൂര്യപ്രകാശവും വന്ന് പതിക്കുന്നത് ഈ ശിവലിംഗത്തിലേക്കാണ്. അങ്ങനെ ഒരു പ്രകാശ വലയം തന്നെ അകത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചെറുതിരുനാവായയിലെ മഹാദേവന് തിരുമുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ശിവക്ഷേത്രത്തിൽ കൂടി നമുക്ക് എത്തുവാനാകുന്നു, മഹാദേവ ദർശനം നടത്തുവാനാകും. ശിവോഹം. ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് മനസ്താപത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി നടന്നിരുന്ന പരശുരാമന് മനസ്സമാധാനം ലഭിക്കേണ്ടത് എങ്ങനെ എന്നുള്ള അന്വേഷണം, ത്രിമൂർത്തി സാന്നിധ്യഭൂമിയിൽ തപമിരുന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന അറിവ് ലഭിച്ചതിന് ശേഷം താൻ സൃഷ്ടിച്ച കേരളത്തിൽ ഏറ്റവും ഉചിതമായ ഒരു പ്രദേശത്ത് തന്നെ, അതായത് ബ്രഹ്മാവ് മുൻപ് യാഗം നടത്തിയിട്ടുള്ള ശ്രേഷ്ഠമായ ഭൂമി, ബ്രഹ്മാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയ ഗായത്രി ദേവി ഭാരതപ്പുഴയായി ഇന്നും ഒഴുകുന്ന പ്രദേശത്തെത്തി ഇവിടെ വന്ന് തപസ് ചെയ്യാൻ തീരുമാനിക്കുകയും ഈ തപസ് ചെയ്തുകൊണ്ട് ആ മനസ്സമാധാനം, ത്രിമൂർത്തികൾ സാന്നിധ്യമാകുന്ന ഭൂമി എന്നാൽ ശരിക്കും പറഞ്ഞാൽ കാശിയും എങ്ങനെയാണോ പ്രയാഗ്രാജ്, കാശി, ഗയ എന്നിങ്ങനെ ത്രിസ്ഥലങ്ങളുള്ളത്, അതുപോലെ തന്നെ ഇതൊരു ത്രിസ്ഥല യാത്ര തന്നെയാണിത്. ഒരു ത്രിസ്ഥല പുണ്യം തന്നെയാണ് നമുക്ക് തിരുനാവായിൽ നിന്ന് ലഭിക്കുക. ഈ പുണ്യത്തെ അറിഞ്ഞുകൊണ്ട് പരശുരാമൻ തൻ്റെ ഗുരുവായ മഹാദേവനെ ധ്യാനിക്കുകയും മഹാദേവൻ ബ്രഹ്മാവിൻ്റെ തപഭൂമിയിലേക്ക് വന്നിറങ്ങിയ പ്രദേശത്ത് ആ സാന്നിധ്യം വളരെ പ്രകടമായി ദൃശ്യമാവുകയും ചെയ്തപ്പോൾ പരശുരാമൻ വേണ്ടുന്ന ഉപചാരങ്ങളും ആരാധനകളും നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ചെറുതിരുനാവായ ശിവക്ഷേത്രം മാറിയത് എന്നതുമാണ് ഐതിഹ്യം. ചെറുതിരുനാവായ ക്ഷേത്രത്തിലെ നന്ദീസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതും പ്രത്യേകതയുള്ളതുമാണ്. സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നമ്മൾ കാണാം നമസ്കാര മണ്ഡപത്തിൽ നന്ദീസ്ഥാനം, അതായത് മഹാദേവൻ എവിടേക്ക് ദർശനമായിരിക്കുന്നു അതിന് അഭിമുഖമായി നന്ദി ഇരിക്കുന്നതാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാറുള്ളത്. ആ പതിവിന് വ്യത്യസ്തമായി ഇവിടെ, ആ പതിവിന് വിപരീതമായി തന്നെ ഇവിടെ നന്ദിയുള്ളത് വടക്കോട്ട് ദർശനമായി, ക്ഷേത്രത്തിൽ നിന്ന് ഒരല്പം മാറി കിഴക്കോട്ട് ദർശനമായി മഹാദേവൻ ഇരിക്കുന്നുവെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായിട്ടാണ് നമുക്ക് നന്ദിയെ കാണാനാകുന്നത്. വടക്കോട്ട് ദർശനം എന്നാൽ ഭാരതപ്പുഴയിലേക്ക് ദർശനമായിട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാരതപ്പുഴയെ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന നന്ദിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് എങ്ങനെ ഇങ്ങനൊരു നന്ദിസ്ഥാനം വന്നു എന്നുള്ളതിന് പിന്നിലെ ഐതിഹ്യങ്ങൾ പലതാണ്.
ഒന്ന്, ബ്രഹ്മാവ് യാഗം നടത്തുന്ന സമയത്ത് ആ യാഗത്തിൽ പങ്കെടുക്കുവാനായി മഹാദേവൻ വന്നിറങ്ങിയത് ഇങ്ങനെയാണ്, പുഴയെ നോക്കിക്കൊണ്ടാണ് വന്നിറങ്ങിയതെന്നും അങ്ങനെ തന്നെ നന്ദി ഇവിടെ ഇരിപ്പുറപ്പിച്ചതാണ് എന്നുള്ളതുമാണ് ഒരു ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം പറയുന്നത്, പിന്നീടുള്ള കാലത്ത് പെരുമാക്കന്മാരുടെ കാലം കഴിഞ്ഞ് പിന്നെ കോലത്തിരിമാരും അതുപോലെ തന്നെ സാമൂതിരിമാരും കോനാതിരികളും ഒക്കെ നാട് വാണിരുന്ന കാലത്തുണ്ടായ യുദ്ധങ്ങളും മാമാങ്കവും പടയോട്ടങ്ങളും കൊന്നു തള്ളുന്നതിൻ്റെ ആ ശബ്ദവും ഒക്കെ കേട്ട് ആകെ ഭയപ്പെട്ട് നന്ദി മാറിയിരുന്നതാണ്, നേരെ മുൻനടയിൽ നിന്ന് മാറിയിരുന്നതാണ് എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇവിടെ ശരിക്കും ഭഗവാന് എപ്പോഴും ആ കാശിയിലേക്ക്, അതായത് കാശി സമാനമാണ് ഈ പ്രദേശമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കാശി ഗയ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം ഒത്തുചേരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഗയയിലേക്ക് പിതൃതർപ്പണത്തിന് എത്തുന്നവരെ നോക്കിക്കാണുകയും ആ പിതൃതർപ്പണം അവരുടെ പിതൃക്കൾക്ക് മുഴുവനും മോക്ഷം നൽകുന്നതിന് വേണ്ടുന്ന ആ ഒരു സാന്നിധ്യം അതിനെ അറിയുവാൻ, ആരൊക്കെയാണ് പിതൃക്കൾക്ക് വേണ്ടുന്ന പൂജകൾ ചെയ്യുന്നത്, അവരുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ വേണ്ടതൊക്കെ ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഭഗവാനിങ്കിൽ നിന്ന്, മഹാദേവനിങ്കിൽ നിന്ന് ലഭിച്ചിട്ടാണ് നന്ദി ഇങ്ങനെ ഇരിക്കുന്നത് എന്നും മറ്റൊരു ഐതിഹ്യം. ബ്രഹ്മാവ് യാഗം നടത്തിയ എല്ലാ തപസ്വികളും ഒത്തുകൂടിയ ദേശത്തിന് ഒരു കാലത്ത് തപസ്സന്നൂർ എന്നായിരുന്നു പേര്. തപസ്സന്നൂർ പറഞ്ഞു തവന്നൂർ എന്നാവുകയും പിന്നീടത് തവനൂരായി മാറുകയും ചെയ്തു. ഇന്നും തവനൂരിൽ തവനൂർ മന എന്ന നാമത്തിൽ ഒരു കുടുംബമുണ്ട്. ആ കുടുംബമാണ് ഇന്നും ആ തവനൂർ ക്ഷേത്രത്തിൻ്റേതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ചെറുതിരുനാവായ മഹാദേവ ക്ഷേത്രത്തിൻ്റേതായിക്കൊള്ളട്ടെ ഉൾപ്പെടെയുള്ള 10 ക്ഷേത്രങ്ങളുടെ അവകാശം ഈ മനയ്ക്കാണ് ഉള്ളത്. ഈ മനയിലെ ഇപ്പോഴത്തെ അംഗം ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ചെറുതിരുനാവായ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. ഒരു ഏകദേശം എത്ര വർഷമെന്ന് നമുക്ക് പറയാനാവില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പഴക്കം വളരെയേറെ പഴക്കമുണ്ടാവും. എങ്കിലും ഒരു ധാരണയില്ല, അല്ലെങ്കിൽ പൂർവികർ പറഞ്ഞത് പ്രകാരം എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? ഏകദേശം ഇപ്പം എല്ലാത്തിനും ഏകദേശം ഒരു 1000-ഓളം വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരായ്മ എന്നുള്ള നിലയ്ക്കാകുമ്പോൾ 1000-ഓളം ഏകദേശം അതിലും മീതെ ഈ ക്ഷേത്രത്തിന് പഴക്കം കാണുന്നുണ്ട്. പിന്നെ ബ്രഹ്മാവിൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3000-ഓളം വർഷത്തിൻ്റെ പഴക്കം. അതായത് ഏകദേശം ദ്വാപരയുഗത്തിൻ്റെ ആ ത്രേതായുഗത്തിൻ്റെ ഇതിലും ദ്വാപരയുഗത്തിൻ്റെ ആ ഘട്ടത്തിലായിരിക്കും ഒരു പക്ഷേ ആ അമ്പലം ഉണ്ടായിട്ടുണ്ട്. എന്നാലത് ഞങ്ങളുടെ ഊരായ്മയിലായി മാറിയിട്ടുണ്ട്. അത് കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം ഒരു തിരുമലശ്ശേരി കോട്ട അധികാരത്തിലായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ അത് ക്ഷതം വന്നപ്പോൾ പിന്നീട് അത് മനക്കിലേക്ക് ഏൽപ്പിക്കുകയും വെട്ടത്ത് രാജാവിൻ്റെ വേറെ ഉണ്ട്. അത് വെട്ടത്ത് രാജാവ് ഞങ്ങൾക്ക് വേറെ അധികാരപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു പരദേവതയെ ഞങ്ങൾക്ക് ഭഗവതിയെ തന്നിട്ട് അത് ഞങ്ങളെ ശ്രീലകത്ത് വെച്ച് പൂജിച്ച് ആചരിച്ച് ആചരിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് കീഴിൽ 10 ക്ഷേത്രങ്ങൾ, ഞങ്ങൾക്ക് കീഴിൽ 10 ക്ഷേത്രങ്ങളാണ്. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, അതേപോലെ 5 മഹാളൻ, 2 5 മഹാളൻ. അതെ, 2 പേർന്ന് പറയാൻ പാടില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഉപാസനയായി ഒന്നും കൂടി വന്നിരുന്നുള്ളൂ. പിന്നെ അയിലൂർ അമ്പലം, കല്ലൂർ ഭഗവതി ക്ഷേത്രം, അങ്ങനെ 10. മല്ലൂർ മിനി പമ്പ ഇന്ന് അറിയപ്പെടുന്ന മല്ലൂർ ശിവക്ഷേത്രം, ഇതടക്കം 10 ക്ഷേത്രങ്ങളുടെ ഒരായ്മ തവനൂർ മണിക്കാണ്. ഇപ്പോൾ അത് നോക്കി നടത്തുന്നത് എൻ്റെ ജ്യേഷ്ഠനായ തവനൂർ മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി എന്ന സ്വാമിയാരിപ്പാടാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യത്തെ കുട്ടിക്ക് പരമേശ്വരൻ എന്ന കാലത്ത് ഇങ്ങനെ ആൺകുട്ടികളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അങ്ങനെ ഭജിച്ച് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ കുട്ടികൾക്കും പിന്നീട് പരമേശ്വരൻ എന്ന നാമത്തിലാണ്. അങ്ങനെ എൻ്റെ പേരും പരമേശ്വരനാണ്, മുത്തശ്ശൻ്റെ പേരും പരമേശ്വരനാണ്. അങ്ങനെ ഞങ്ങൾ താഴോടി മുഴുവൻ അങ്ങനെ പരമേശ്വരൻ, ആദ്യത്തെ കുട്ടികൾക്കൊക്കെ പരമേശ്വരൻ എന്നാണ് പേര്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച്, തിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ച് അങ്ങനെ നമുക്കൊരു വലിയ ഐതിഹ്യമൊന്നും ലഭ്യമല്ല. അപ്പോൾ അങ്ങേക്ക് അറിയുന്നത്, അങ്ങനെ പൂർവികരിൽ നിന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? എൻ്റെ മുത്തശ്ശനായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അവസാനമായത് ഇതിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് 1956-ലാണ്. ഏകദേശം 1133 മീനമാസം ഒരു മകീര നക്ഷത്രത്തിലാണ് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഇതേ ദിവസം തന്നെയാണ് ബ്രഹ്മാവിനും ഒരു പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വിഗ്രഹം മാറിയിട്ടല്ല, പുനഃപ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് വേദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശിവൻ എന്നാണ് ഇതിന് വളരെയധികം ശക്തിയുണ്ട്. ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഇത് നൽകുന്ന അനുഗ്രഹം നൽകുന്ന ഒരു ദേവൻ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മഹാദേവനെ എപ്പോഴും സ്മരിക്കുകയാണെങ്കിൽ നല്ല അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ
കുറേ കാലം തവനൂർ മണിക്കുന്നാണ് ഏകദേശം ഒരു 70-80 വരെയും നേരിട്ടുള്ള ഇതിലായിരുന്നു. ഇപ്പോൾ അവിടുന്ന് 80-കൾക്ക് ശേഷം മണിക്കുന്നും ഉൾപ്പെട്ടുകൊണ്ട് മനത്തെ ആൾക്കാരെ എപ്പോഴും പ്രതിനിധിയായി പ്രസിഡൻ്റായിട്ടും പിന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും അതിൻ്റെ 2 നേരം പൂജകളും കാര്യങ്ങളും വിശേഷ പൂജകളെല്ലാം നടക്കാറുണ്ട്. ശിവരാത്രിയും പുനഃപ്രതിഷ്ഠാ ദിനവും മകീരമാസത്തിലുള്ള മീനമാസത്തിൽ മകീരത്തിലാണ് പ്രതിഷ്ഠാദിനം. അതാണ് വളരെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഏകദേശം നമുക്കൊരു ഇതിൻ്റെ ഒരു പഴക്കം എന്ന് പറയുമ്പോൾ ഒരു 2000-ൻ്റെയും 1500 വർഷത്തിൻ്റെ ഇടയിൽ പഴക്കം നമുക്ക് കണക്കാക്കാം. പിന്നെ അവസാനം പണി കഴിപ്പിച്ചത് 1133-ലാണ്. 56 ഇംഗ്ലീഷ് വർഷം പറയുകയാണെങ്കിൽ 1956-ലാണ് പണി കഴിപ്പിച്ചത്. പിന്നെ ഇതൊരു കാലത്ത് സാമൂതിരി ഈ ക്ഷേത്രവും ഇതിനോടനുബന്ധിച്ച് മഠവും ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ളൊരു മഠം, വേദപഠനശാല, ഋഗ്വേദമാണ് അവിടെ പഠിപ്പിക്കുന്നത്. വോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദപാഠശാലയാണ്. ഇപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു 80-കളിൽ അതിൻ്റെ കുട്ടികളൊന്നും പഠിക്കാനില്ലാത്തൊരവസ്ഥ വന്നു. സാമ്പത്തികമായ ആനുറ്റി കാര്യങ്ങളൊന്നും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാത്ത അവസ്ഥ. ഒരു കാലത്ത് വെച്ചാൽ സാമൂതിരി പിടിച്ചെടുക്കാൻ വന്നത് ഏകദേശം ഒരു 1909 ആ വർഷങ്ങളിലാണ്. 1990-കളിലൊക്കെ സാമൂതിരി ഇത് ശിവക്ഷേത്രവും ബ്രഹ്മസംഭവവും പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടായി. അപ്പോൾ അതിനെ എതിർത്തു. അങ്ങനെ എല്ലാത്തിൽ നിന്ന് അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് സാമൂതിരിക്ക് വാക്കാൽ കൊടുക്കുകയും അല്ല പുഴയുടെ തീരമായതുകൊണ്ട് അത് സംരക്ഷിച്ച് നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് സാമൂതിരി പറഞ്ഞപ്പോൾ അത് അല്ല ഞങ്ങളെന്നെ സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞ് അതിന് കൂപ്പൊക്കെ കെട്ടി. പുഴയിലേക്ക് കൂപ്പുണ്ടായിരുന്നു. പുഴ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പുഴ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പുഴയുടെ ഇതാവാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഇല്ലത്തുനിന്ന് മുത്തശ്ശൻ്റെ കാലഘട്ടത്തിലാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെ മഠം അവർ പിടിച്ചെടുത്തപ്പോൾ മഠവും ഇതിനൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഇൻകം, ചെറിയൊരു അലവൻസ് അങ്ങോട്ട് കൊടുത്ത് സാമൂതിരിയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയും പിന്നീട് തിരിച്ച് ബ്രഹ്മസംഭവത്തിൻ്റെ അധികാരികൾക്ക് എന്നുവെച്ചാൽ നമ്പൂതിരിമാരായുള്ളൊരു കൂട്ടായ്മ ട്രസ്റ്റാണത്. അത് അവർക്ക് തന്നെ തിരിച്ച് ഒരു 50-കളിൽ 60-കളിലായിട്ട് അത് തിരിച്ച് അങ്ങനെ അവരെ ഏൽപ്പിക്കുകയും ഇപ്പോൾ മഠം ഒരു നമ്പൂതിരി ട്രസ്റ്റിൻ്റെ കീഴിലാണ്. കുറച്ച് നമ്പൂതിരിമാർ കൂടി 120 ഇല്ലങ്ങൾ കൂടിയുള്ള ട്രസ്റ്റാണ്. അതിൽ 5-6 പേര് കൂടിയുള്ള ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2000-ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രം. അതുമാത്രമല്ല വേദമന്ത്രോച്ചാരണങ്ങൾ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷിപ്രപ്രസാദിയായ മഹാദേവൻ. ആ മഹാദേവനാണ് ചെറുതിരുനാവായയിൽ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറുതിരുനാവായയിൽ ഒരു വൃക്ഷസമൂഹമുണ്ട്. ആലും മാവും കാഞ്ഞിരവും പേരറിയാത്ത പല വൃക്ഷങ്ങളും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം. ഈ ആലിൻ ചുവട് ശരിക്കും ഒരു ചരിത്ര സ്മാരകമാണ്. ചെറുതിരുനാവായ ക്ഷേത്രത്തിൻ്റെ പഴക്കം, ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തന കാലം, ഇവിടെ ആരൊക്കെ ഭരിച്ചിരുന്നു, സാമൂതിരി രാജാവുമായിട്ട് തവനൂർ മനയ്ക്കുണ്ടായിരുന്ന ആ ഒരു കരാറ് തുടങ്ങിയതിൻ്റെ എല്ലാ സൂചനകളും ഈ അരയാലിൻ ചുവട്ടിൽ വട്ടെഴുത്ത് ലിപികളിലുണ്ട്. ഒരു കാലത്ത് അത് കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരയാല് വളരെ പ്രസക്തമായി തീരുന്നു. ചെറുതിരുനാവായ ക്ഷേത്രത്തിൽ അകത്ത് ഗണപതി സാന്നിധ്യം ഉപദേവതാമൂർത്തിയായി നിലകൊള്ളുന്നുണ്ട്. നന്ദിയേശ്വരൻ നമ്മൾ കണ്ടു, നന്ദി മാറിയാണ് ഇരിക്കുന്നതെന്ന്. അതുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളാണ്. മാമാങ്കം ഈ പുഴയ്ക്ക് അക്കരെയാണ് നടക്കുക, തിരുനാവായയിലാണ് നടക്കുക. പുഴയ്ക്ക് അക്കരെ തിരുനാവായയാണ്, അവിടെയാണ് മാമാങ്കം നടക്കുക. അത് കേട്ട് അത് കണ്ട് അതിൽ ശ്രദ്ധിച്ചിരുന്ന നന്ദി മഹാദേവൻ വിളിച്ചപ്പോൾ കേട്ടില്ല അത്രേ. അതുകൊണ്ട് വഴക്ക് പറഞ്ഞ് ഇരുത്തിയിരിക്കുന്നതാണ് ഒരു വശത്തേക്ക് എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇത് കൂടാതെ ഇവിടെ ബ്രാഹ്മണ സഭാമഠമുണ്ട്. വേദപാഠങ്ങൾ സദാ ഉരുവിട്ടുകൊണ്ടേയിരുന്ന ഒരു മഠം ധാരാളമായി ഇവിടെ ഉണ്ടായിരുന്നു. ആ സഭാമഠങ്ങൾ ഇന്നും നമുക്ക് ക്ഷേത്രത്തിന്റെ പരിസരത്തായി തൊട്ടടുത്തായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ വേദങ്ങൾ ചൊല്ലുന്നത് കേൾക്കുവാൻ വേണ്ടി നന്ദി മാറിയിരുന്നതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും നന്ദികേശന്റെ ആ ഇരിപ്പുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കാശിയിൽ നിന്നുള്ള മഹാദേവന്റെ വരവ് തന്നെയാണ് ചെറുതിരുനാവായയുടെ പ്രാധാന്യത്തിന് എല്ലാ തരത്തിലും ഏറ്റവും കൂടുതലായി നമുക്ക് ഉദാഹരണം പറയുവാനാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ ഒപ്പം പരശുരാമൻ തൻ്റെ പാപങ്ങളുടെ ചിന്തകളെല്ലാം കഴുകിക്കളഞ്ഞത്, മനസ്സിനെ സ്വസ്ഥമാക്കിയത് ഈ ഭൂമിയിലാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പരശുരാമന്റെ ഗുരുവായ മഹാദേവൻ എത്രത്തോളം പ്രസാദാത്മകമായ ഭാവത്തിലാണ്, സകല പാപങ്ങളും തീർക്കുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.